ഇന്നത്തെ ഉച്ചയൂണ് വിശേഷങ്ങൾ കണ്ടാലോ? അപ്പം 2 ദിവസം മുമ്പിട്ടേ ഞാൻ കുറച്ച് കോവയ്ക്ക മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൈയോടെ അങ്ങ് മെഴുക്ക് പുരട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ കോവയ്ക്കൊക്കെ അരിഞ്ഞ് പച്ചമുളകുമൊക്കെ അരിഞ്ഞിട്ട് ഞാനൊരു പാനിനകത്തേക്ക് ഇട്ട് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാനായിട്ട് വെച്ചു. പക്ഷേ കുറച്ചധികമായിപ്പോയി കോവയ്ക്ക. ആ പാത്രത്തിനകത്ത് പറ്റത്തില്ലായിരുന്നു. ഞാൻ പിന്നെ മാറ്റാനൊന്നും നിന്നില്ല. അതിൽ തന്നെ അങ്ങ് വെച്ചങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ മോരും തേങ്ങയൊക്കെ അരച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പുറത്തൊരു പാനിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം ഇതെടുത്ത് ഒഴിച്ചപ്പോഴത്തേക്കും പുളിശ്ശേരിയും സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ചട്ടിയൊക്കെ എടുത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. സവാളയും കൊച്ചുള്ളിയാണ് ഇട്ടേക്കുന്നത്. അതൊന്ന് വഴഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ടതിന് ശേഷം ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും ചിക്കൻ ഞാനിവിടെ മസാല പട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് നല്ലതുപോലെ അടച്ചു വെക്കണം കേട്ടോ. അടച്ചു വെക്കുമ്പോഴത്തേക്കും ആ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി അതൊന്ന് സെറ്റായി കിട്ടും. അപ്പോഴത്തേക്ക് ആ സമയം കൊണ്ട് കുറച്ച് മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ വെച്ചു അതങ്ങ് എടുത്തങ്ങ് അച്ചാറിടാമെന്ന്. അങ്ങനെ മാങ്ങയൊക്കെ അരിഞ്ഞ് ഞാൻ മുളക് പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി, ഉപ്പ് ഇത്രയൊക്കെ ഇട്ട് ഇളക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അപ്പുറത്തെ ഒരു പാനിനകത്തേക്ക് കുറച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് പൊട്ടിച്ച് അച്ചാറിനകത്തേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോഴത്തേക്ക് കുറച്ച് കുഞ്ഞ് പപ്പടം ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടി കാച്ചി അങ്ങ് സെറ്റാക്കി എടുത്തു. അപ്പം ഇന്ന് ഉച്ചയൂണിന് നല്ല ചിക്കൻ റോസ്റ്റ്, മെഴുക്കുവരട്ടി, അച്ചാർ, പപ്പടം, പുളിശ്ശേരിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.